മുല്ലമലർമാല കൊണ്ടൊരു കൊന്ത തീർത്തിടാം, മുന്നിലെത്തി നിന്നെ സ്തുതിച്ചു വാഴ്ത്തിടാം. മുല്ലമലർമാല കൊണ്ടൊരു കൊന്ത തീർത്തിടാം, മുന്നിലെത്തി നിന്നെ സ്തുതിച്ചു വാഴ്ത്തിടാം. മാതാവേ മാതാവേ, മക്കളാം ഞങ്ങളെ കാത്തിടേണമേ. മാതാവേ മാതാവേ, മക്കളാം ഞങ്ങളെ കാത്തിടേണമേ. മുല്ലമലർമാല കൊണ്ടൊരു കൊന്ത തീർത്തിടാം, മുന്നിലെത്തി നിന്നെ സ്തുതിച്ചു വാഴ്ത്തിടാം. ത്വൈക ദൈവത്തെ ആരാധിച്ചിടും ജപമാല ഞങ്ങൾ ഏറ്റു ചൊല്ലിടാം. ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചിടുന്ന ജപമാല ഞങ്ങൾ ഏറ്റു ചൊല്ലിടാം. വിമലാംബികേ കന്യകേ, സുഗന്ധവാഹിനിയായി നീ വരേണമേ. വിമലാംബികേ കന്യകേ, സുഗന്ധവാഹിനിയായി നീ വരേണമേ. മുല്ലമലർമാല കൊണ്ടൊരു കൊന്ത തീർത്തിടാം, മുന്നിലെത്തി നിന്നെ സ്തുതിച്ചു വാഴ്ത്തിടാം. മാതാവേ മാതാവേ, മക്കളാം ഞങ്ങളെ കാത്തിടേണമേ. മാതാവേ മാതാവേ, മക്കളാം ഞങ്ങളെ കാത്തിടേണമേ. മുല്ലമലർമാല കൊണ്ടൊരു കൊന്ത തീർത്തിടാം, മുന്നിലെത്തി നിന്നെ സ്തുതിച്ചു വാഴ്ത്തിടാം. പരിശുദ്ധ അമ്മയുടെ അരികിൽ ഒരു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടുന്ന നിഷ്കളങ്ക ഭാവത്തോടെ നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ നമുക്ക് ധ്യാനിച്ച് ചിന്തിക്കാം. ദൈവസമാനത കൈവെടിഞ്ഞ് ഭൂവിൽ മനുഷ്യനായി അവതരിച്ചു മിശിഹ. വിശുദ്ധ ആൻസലമിനോട് ഈശോ പറയുന്നുണ്ട്, ആൻസലം കുഞ്ഞെ, 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി 30 വർഷം എൻ്റെ അമ്മയ്ക്ക് വിധേയനായി ഞാൻ ജീവിച്ചു. അതെ, എല്ലാ മക്കളും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ, നിർമ്മല സ്നേഹത്തിൻ്റെ മുൻപിൽ ചേർന്ന് നിൽക്കണം. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവിക ജ്ഞാനത്താൽ വളരാൻ, വിനയത്തിലും വിശുദ്ധിയിലും ഉണർന്നു മുന്നേറാൻ, ദൈവിക പ്രാഭാവത്തിൽ അലിഞ്ഞു ചേരാൻ. അതെ, അമ്മയുടെ സ്നേഹത്താരാട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്നും തണുവേകട്ടെ. നമുക്ക് പാടിപ്രകീർത്തിക്കാം പരിശുദ്ധ നാഥയെ, നമ്മുടെ അമ്മയെ, ദൈവത്തിൻ്റെ അമ്മയെ. ഗാനം ശ്രവിക്കാം.
എൻ്റെ പൊന്നേ, ഞാൻ കയ്യിൽ കരുതുന്ന മുത്തല്ലേ നീ. വാവേ എൻ്റെ വാത്സല്യമേ, ഞാൻ മാറിൽ ചേർക്കുന്ന ജീവനല്ലേ നീ. എൻ സ്വന്തം, നീ എൻ ജീവൻ. അമ്മയായി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ എൻ സ്വന്തം, നീ എൻ ജീവൻ. അമ്മയായി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. കുഞ്ഞേ, എൻ്റെ പൊന്നേ, ഞാൻ കയ്യിൽ കരുതുന്ന മുത്തല്ലേ നീ. വാവേ എൻ്റെ വാത്സല്യമേ, ഞാൻ മാറിൽ ചേർക്കുന്ന ജീവനല്ലേ. നീ എന്നെ കണി കണ്ടുണരേണം. ഇന്നുമെൻ മടിയിൽ മയങ്ങേണം. നീ എന്നെ കണി കണ്ടുണരേണം. ഇന്നുമെൻ മടിയിൽ മയങ്ങേണം. എന്നിൽ നിന്നൊരു നാളും പിരിയരുതേ. നീ എന്നും എന്റേത് മാത്രമല്ലേ. എന്നിൽ നിന്നൊരു നാളും പിരിയരുതേ. നീ എന്നും എന്റേത് മാത്രമല്ലേ. കുഞ്ഞേ, എൻ്റെ പൊന്നേ, ഞാൻ കയ്യിൽ കരുതും മുത്തല്ലേ നീ. വാവേ എൻ്റെ വാത്സല്യമേ, ഞാൻ മാറിൽ ചേർക്കും ജീവനല്ലേ.
എൻ്റെ പൊന്നേ, ഞാൻ കയ്യിൽ കരുതുന്ന മുത്തല്ലേ നീ. മാവേ, എൻ്റെ വാത്സല്യമേ, ഞാൻ മാറിൽ ചേർക്കുന്ന ജീവനല്ലേ നീ. എൻ സ്വന്തം, നീ എൻ ജീവൻ. അമ്മയായി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ എൻ സ്വന്തം, നീ എൻ ജീവൻ. അമ്മയായി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. കുഞ്ഞേ, എൻ്റെ പൊന്നേ, ഞാൻ കയ്യിൽ കരുതുന്ന മുത്തല്ലേ നീ. ആഹാ, ആഹാ, ടീന, ഒരു സ്നേഹത്താരാട്ട് പോലെ, സ്നേഹത്താരാട്ടായി പരിശുദ്ധ അമ്മയുടെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ഗാനമാണ് ടീന ഞങ്ങൾക്ക് വേണ്ടി പാടിയത്. മാനവകുലത്തിന് തൻ്റെ അമ്മയെ നൽകിയപ്പോൾ ഈശോ അമ്മയുടെ അരികിലെത്തുന്ന ഓരോ കുഞ്ഞിനെയും ഇതുപോലെ താരാട്ട് പാടും എന്ന് ഈശോ അറിഞ്ഞിരുന്നു. കാരണം ഈശോ അനുഭവിച്ച സ്നേഹത്തിൻ്റെ വഴിയാണ് പരിശുദ്ധ അമ്മ. ടീന പാടുമ്പോൾ ആ മാതൃവാത്സല്യത്തിൽ അലിഞ്ഞ് ചേർന്ന് പാടുന്നതായി ഒരനുഭവം ഇവിടെ കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ആ അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പറയുക. എന്താണ് ഇത്രമാത്രം ഒരു മാതാവുമായുള്ള ഇഴുകിച്ചേരുന്നൊരു അനുഭവം പ്രേക്ഷകർക്കായി ഒന്ന് വിവരിക്കൂ. മാതാവിനെ പറ്റി എനിക്ക് എത്ര വേണമെങ്കിലും പറയാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അമ്മയെ, അമ്മയ്ക്ക് എന്നെയും. ജീവിതത്തിൽ ഓരോ ഫേസിലും ഓരോ മൊമെൻറ്റിലും അമ്മയുടെ പ്രസൻസ് എല്ലാവരെ പോലെ ഞാനും ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല ഫേസസ്, ഡിഫിക്കൽട്ടായിട്ടുള്ള പല ഫേസസ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന, എന്നെ ആ നീല കാർപ്പിൽ പൊതിഞ്ഞ് എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന അമ്മയുടെ പ്രസൻസ് അനുഭവിച്ച ആ ഒരു തീക്ഷ്ണതയായിരിക്കാം ഒരു പക്ഷേ ഞാൻ പാടുമ്പോൾ അമ്മയെ ചേർത്ത് നിർത്തി പാടുമ്പോൾ ഒരു പക്ഷേ ദൈവകൃപയാൽ അത് കേൾക്കുന്നവർക്ക് ഒരു അനുഭവമായി മാറുന്നതായിരിക്കാം. ഇത് പറയുമ്പോൾ ടീന പറയുമ്പോൾ ആ അമ്മയോടുള്ള പൾസ്, ആ ഹൃദയ സ്പന്ദനം വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അമ്മയുടെ ആ സ്നേഹം, വാത്സല്യം അനുഭവിച്ചറിയാത്ത ഒരു കുഞ്ഞിന് ഇത് പ്രതിഫലിപ്പിക്കാൻ പറ്റിയല്ല. അനേക ഗാനങ്ങൾ കേരള സഭയ്ക്ക് സമ്മാനിച്ച ടീനയുടെ ഒരു അനുഭവം, അതായത് ഈ അമ്മയുടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ അനേകം അനുഭവങ്ങൾ ഉണ്ടാവാം, അതിൽ ഒരു ഏട് ഒന്ന് തുറന്നു വയ്ക്കൂ. എൻ്റെ ലൈഫിൽ ഞാനൊരു IT പ്രൊഫഷണലായി ജോലി ചെയ്യാണ് 10 വർഷക്കാലമായി. എന്നാലും ഒരു പക്ഷേ ആ തിരക്കുള്ള ആ ഒരു ജോലി, ആ ഒരു മേഖലയിൽ കയറിയതിന് ശേഷം എൻ്റെ സംഗീതത്തിന് സമയം കണ്ടെത്താൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചു, എനിക്കൊരു കുഞ്ഞുണ്ടായി. രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ കൺസീവ് ചെയ്ത സമയത്ത് അപ്പോഴും എൻ്റെ ജോലി അതുപോലെ തന്നെ തിരക്കുള്ളതായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തമ്പുരാന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ 4th മന്തിൽ വലിയൊരു കോംപ്ലിക്കേഷൻ വന്നു. ഞാനൊരു 6-7 മാസം കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ, കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതെന്നെ ദൈവം കൊണ്ട് ഇട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം
ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എന്നെ ദൈവം നടത്തിയത് ആ ഒരു സമയത്തായിരിക്കും. ആ ഒരു സമയത്ത് മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. ലൈഫിൽ വളരെ ഷാറ്റേർഡായി, വളരെ സങ്കടമായിരുന്നു എനിക്ക്. അതുവരെ വളരെ ആക്റ്റീവായി ജോലിയും എല്ലാമായി പോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടായി. ജപമാല ചൊല്ലി ഞാൻ ഒത്തിരി മാതാവിനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. സംഗീതത്തിലൂടെയും എല്ലാം എനിക്ക് ഒരു എന്നെ തന്നെ മാറ്റുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. അതെനിക്കൊരു മോൾഡിങ് ആയിരുന്നു. ഒരു പുതിയ സൃഷ്ടിയായി മാതാവ് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ പ്രിഫറൻസസ് മാറി, എൻ്റെ ഇഷ്ടങ്ങൾ മാറി. പിന്നീട് അങ്ങോട്ട് സംഗീതത്തിൽ പിന്നെയും പാടാൻ ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസ് കാരണം എനിക്ക് സാധിച്ചു. ഓരോ പ്രാവശ്യം ഞാൻ പാടുമ്പോഴും അമ്മയെ കൂട്ടുവിളിച്ച് അമ്മയെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പാടുന്നത്. പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ, നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ഒരു ഗായിക, ഒരു വീട്ടമ്മ, ഒരു കുടുംബിനി, ജോലി തിരക്കുള്ള ജീവിത വഴിത്താരകൾ, അവിടെയൊക്കെ ഒരു സ്നേഹനിലാവ് പോലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, ഏതിടങ്ങളിലും ഓടിയെത്തുന്ന സാന്ത്വന സ്പർശമാണ് പരിശുദ്ധ അമ്മ. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഉദരത്തിൽ പേറി ഏതൊക്കെ അമ്മമാർ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് അവരുടെ ഹൃദയസ്പന്ദനവും ദുഃഖവും വേദനയൊക്കെ അറിയാം. കാരണം എനിക്കൊരു ഇടം തരുമോ, അല്ലെങ്കിൽ ജോസഫിൻ്റെ വാക്കുകൾ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് കിടക്കാൻ ഒരു ഇടം തരുമോ, അവൾക്ക് പ്രസവ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വാതിൽ മുട്ടിയപ്പോൾ തുറക്കുവാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴിൽ ജീവിതം സമർപ്പിച്ച് പരിശുദ്ധ അമ്മ ദൈവപുത്രന് ജന്മം നൽകി കാലിത്തൊഴുത്തിൽ. രാജാതിരാജനായിരുന്നു അവന് പിറന്നത് കാലിത്തൊഴുത്തിൽ. അതെ, ജീവിതത്തിൻ്റെ എല്ലാ സാധാരണ തലങ്ങളിലും ഉള്ള രോദനങ്ങൾ, നൊമ്പരങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, വേദനകൾ എല്ലാം അറിയുന്ന പരിശുദ്ധ അമ്മയിൽ ജീവിതം ചേർത്ത് വെച്ച് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രപഞ്ചമെങ്ങും പനിനീർ പുഷ്പമായി വിടർന്നു പരക്കും സ്വർഗീയ സുഗന്ധം. കുടുംബമെങ്ങും കാവൽ വിളക്കായി ദീപ്തി പരത്തും പ്രഭാതതാരം. പ്രപഞ്ചമെങ്ങും പനിനീർ പുഷ്പമായി വിടർന്നു പരക്കും സ്വർഗീയ സുഗന്ധം. കുടുംബമെങ്ങും കാവൽ വിളക്കായി ദീപ്തി പരത്തും പ്രഭാതതാരം. മിഴിനീർ
സുഗന്ധം കുടുംബമെങ്ങും കാവൽ വിളക്കായി ദീപ്തി പരത്തും പ്രഭാതതാരം മിഴിനീർ തുടച്ച് മിഴിവേകും കാരുണ്യമേ ആരാരുമില്ലാത്ത കാലത്തിലെ ആലംബമേ കാനായിലും കാൽവരിക്കുന്നിലും കാലം മായ്ക്കാത്ത നാമം കുരിശുമരത്തിൽ ഇടയും പുത്രന് ആശ്വാസമാ സാന്നിധ്യം തകർന്ന കുടുംബത്തിൽ തണലായി വിരിയും കഠിന ഹൃദയത്തിൽ തന്മരം ചൊരിയും ജീവിത പന്ഥാവിൽ ഇടറി വീഴാതെ എന്നും കാക്കണം അമ്മേ എന്നും കാക്കണം അമ്മേ പ്രപഞ്ചമെങ്ങും പനിനീർ പുഷ്പമായി വിടർന്നു പരക്കും സ്വർഗീയ സുഗന്ധം കുടുംബമെങ്ങും കാവൽ വിളക്കായി ദീപ്തി പരത്തും പ്രഭാതതാരം മിഴിനീർ തുടച്ച് മിഴിവേകും കാരുണ്യമേ ആരാരുമില്ലാത്ത കാലത്തിലെ ആലംബമേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. കാനായിലും കാൽവരിക്കുന്നിലും കാലം മായ്ക്കാത്ത നാമം പരിശുദ്ധ മേരി നാമം. നമ്മുടെ ഹൃദയത്തിലും എഴുതി ചേർക്കാം ഈ നാമം. കൈക്കുഞ്ഞായ ഒരു ശിശുവിനെ എന്ന പോലെ നമ്മെ ഓരോരുത്തരെയും കൈകളിൽ താങ്ങി താരാട്ടുപാടി ദൈവസ്നേഹത്തിൽ വളർത്തി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളായി നയിക്കുന്ന പരിശുദ്ധ മേരി നാമം ഹൃദയത്തിൽ ഉണർവായി മാറട്ടെ, നിറവായി മാറട്ടെ, അനുഭവമായി മാറട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നിർമ്മല സ്നേഹം ഞങ്ങളിൽ ചൊരിയുക. അങ്ങയുടെ സ്നേഹത്താരാട്ട് ഞങ്ങൾക്കായി പാടുക. എപ്പോഴും ഈശോയുടെ സ്നേഹവഴിയെ അമ്മ ഞങ്ങളുടെ കരം പിടിക്കുക. അമ്മയ്ക്കെന്നും സ്നേഹവണക്കവും മഹത്വവും ഇതാ മക്കൾ നൽകുന്നു. അതുവഴി ഈശോയ്ക്ക് സ്നേഹ ആരാധനയും സ്നേഹസ്തോത്രവും. ആമേൻ.